ഹലോ, വെൽക്കം ടു ജാൽ കിച്ചൺ. ഇന്ന് ഞാനൊരു ബീഫ് റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാറ്റ് ഫ്രീ, അതായത് ഫാറ്റ് കുറവായിട്ടുള്ള ഒരു ബീഫ് കൊണ്ടുള്ള റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫാറ്റ് അടങ്ങിയിരിക്കുന്ന കാരണം നമുക്ക് ബീഫ് അധികമൊന്നും ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല. ബീഫിനെ എങ്ങനെ ഫാറ്റ് ഫ്രീ ആക്കി എടുക്കാം, അതുകൊണ്ട് നല്ലൊരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് എൻ്റെ വീഡിയോ. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അത് പ്രഷർ കുക്കറിൽ വേകാനായിട്ട് വയ്ക്കുക. ഒരു 2-3 വിസിൽ വരുന്നത് വരെ അത് വേകാനായിട്ട് അനുവദിക്കുക. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാത്രം നല്ലതായിട്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. അതായത് നല്ല ചുവട് കട്ടിയുള്ള പാത്രം ആയാൽ നന്നായിട്ട് നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എണ്ണ ചൂടാകുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ ഈ അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കുക. അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അത് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നല്ല മണമായിരിക്കും. ആ സമയത്തേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ സൂക്ഷിക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇത് സിമ്മിലായിട്ട് ഇട്ടിക്കിട്ട് വേണം നമ്മൾ ഈ പാത്രം എടുത്ത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് എടുത്ത് നോക്കുമ്പോഴേക്കും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഉണ്ടോ? നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇരിക്കുന്ന ഇതിലേക്ക് 5 പച്ചമുളക് നടുകെ കീറി ഇത് എടുത്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഒന്ന് തൂക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഈ ഗരം മസാല നമ്മൾ ഹോൾ വാങ്ങിയിട്ട് അത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് കുരുമുളക് കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ ഗരം മസാലയിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് കുരുമുളകിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കുരുമുളകിൻ്റെ എരിവ് കിട്ടിക്കോളും. അതും ചേർത്ത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫാണ്. ഇവിടെയാണ് നമ്മൾ ബീഫിനെ ഫാറ്റ് ഫ്രീ ആക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, വെള്ളം നമ്മൾ 1/2 ഗ്ലാസ് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൊഴുപ്പും ഇതിന് ബീഫിലുള്ള വെള്ളവും ഒക്കെ കൂടെ അത് ഇത്രയും ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് വാർത്ത് കളയണം. അത് വാർത്ത് കളയുമ്പോഴേക്കും നമുക്ക് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ബീഫ് കിട്ടും. ഈ
ബീഫാണ് നമ്മൾ ചേർക്കാൻ വേണ്ടത്. ബീഫ് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. മസാലക്കൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതായത് നമ്മൾ നേരത്തെയുള്ള മസാലയെല്ലാം ഈ ബീഫിൽ നല്ലതുപോലെ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ അര ഗ്ലാസ് വെള്ളം വീഴ്ത്തി ഇത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി ഈ മസാലയൊക്കെ നല്ലതുപോലെ ഇതിനകത്തേക്ക് ചേരണം. ബീഫിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരിടത്തേക്ക് ഒന്നിച്ച് ചേർത്ത് വയ്ക്കുക. ഒന്നിച്ച് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് നമ്മളിങ്ങനെ വേവിക്കാൻ വയ്ക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് എടുക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ലതുപോലെ ആയിട്ടുണ്ടാകും. ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ആയിട്ടുണ്ടാകും. ഇനി കുറച്ചൊരു ഈർപ്പം കാണും. അത് നമ്മൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ബീഫ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇതാർക്ക് വേണമെങ്കിലും കഴിക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടെ തൂവി ഒന്നുകൂടെ ഗാർണിഷ് ചെയ്ത് എടുക്കാം. കുറച്ച് ആ പച്ചക്കളറും തക്കാളിയുടെ ചുവപ്പ് കളറും ഒക്കെ കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി കളർ. നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ കളർ നല്ല കളറാണ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നല്ലേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.